ഇതിനു മുമ്പിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈദ്യുതി ക്ഷാമം ഉണ്ടാക്കാതെ ആവശ്യത്തിന് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്നു. ഇതിപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ വാങ്ങുന്ന വൈദ്യുതി മറിച്ചു വെക്കുന്നുണ്ടോ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ പറയുന്ന അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്താണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഒരറ്റകുറ്റപ്പണിയില്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഒന്നെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്ത പോലെ തന്നെ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുക, അതുകൊണ്ട് അതിന്റെ കമ്മീഷൻ എടുത്തോ കുഴപ്പമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആവശ്യക്കാർക്ക് വൈദ്യുതി വേണ്ടേ? സംസ്ഥാന സർക്കാർ വൈദ്യുതി മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതല്ലെങ്കിൽ പിന്നെ ആളുകൾ ബില്ല് പേ ചെയ്യാൻ റെഡിയാണ്. വൈദ്യുതി വാങ്ങി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് എന്താണ് പ്രശ്നം? നമസ്കാരം. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ഒരു മന്ത്രി ഒരുപക്ഷെ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ആയിരിക്കാം. വൈദ്യുതി പ്രതിസന്ധി ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും പ്രതിസന്ധി ഉണ്ട് എന്ന് ഒരുപക്ഷെ മലയാളിയിൽ ഇപ്പോഴായിരിക്കാം മനസ്സിലാക്കുന്നത്. ജൂൺ 30 വരെ അപ്രഖ്യാപിത കറണ്ട് കട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ജൂൺ 30 തീരുമെന്ന് തോന്നുന്നില്ല. ഏകദേശം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന കറണ്ട് കട്ടുകൾ ഉണ്ടാവും എന്ന രീതിയിലാണ് മന്ത്രി പറയുന്നത്. ഇത് പറയുന്ന കാരണം സംസ്ഥാനത്ത് ഇത്തവണ മഴ കുറവാണ്. ശരിയാണ്, മഴ കുറവാണ്. എൽനിനോ നമുക്ക് തന്ന പണി ഇതാണ്. പക്ഷേ മുന്നും മഴ കുറഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കേരളത്തെ ഇരുട്ടിലാക്കാൻ പറ്റുമോ? ഈ സർക്കാർ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ തോമസിന്? മാറ്റങ്ങൾക്ക്. ഈ സർക്കാർ വന്നിരിക്കുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കാണാതെ പോയൊരു സംഭവമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കറണ്ട് കട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ കറണ്ട് ലഭ്യമാകുമായിരുന്നു. അങ്ങനെ രാത്രി കാലങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തുന്നത് മൂലം പുറത്തിറങ്ങാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട്. നമ്മളെന്താ മനസ്സിലാക്കാത്തത്? നമ്മൾ മീശ മതനിലെ പിള്ളേച്ചന്മാർ അവർക്ക് ഭയങ്കര ദുരിതത്തിലായിരുന്നോ? അല്ല, അവരും സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. അല്ല അവര് സമൂഹത്തിന്റെ ഭാഗമല്ലേ? അതുകൂടാണ്ട് കള്ളിയങ്കാട്ട് നീലി കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുമാതിരി യക്ഷികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു കോമിക് വിഷ്വൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്കത് ഇടത് സൈബറിടങ്ങളാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം യക്ഷിമാർക്കും പുറത്തിറങ്ങണ്ടേ? പിന്നെ ഏറ്റവും വലിയൊരു വിഭാഗമുണ്ട്, കള്ളന്മാരെന്ന് പറയും. മൊത്തം കള്ളന്മാരാണ് ഇപ്പോൾ. പക്ഷേ ഈ കള്ളന്മാർക്ക് പുറത്തിറങ്ങണ്ടേ? അവർക്കുടെ സമയം എന്ന് പറയുന്നത് മനുഷ്യർ ഉറങ്ങുന്ന സമയത്തല്ലേ കള്ളന്മാർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അവരും ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ? അപ്പോൾ അവർക്കും ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലേ? ഈ വേൾഡ് കപ്പ് കാണാൻ യൂത്ത് എന്ത് ജെൻസി ഇവന്മാരൊക്കെ എല്ലായിടത്തും പോയിരിക്കട്ടെ. ഈ വേൾഡ് കപ്പൊക്കെ കണ്ട് വല്ല കാര്യമുണ്ടോ? വേൾഡ് കപ്പൊക്കെ കണ്ട് വല്ല ബോധവും വിവരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ സമൂഹം? അത് മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയല്ലേ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രത്യേക സർക്കാരാണിത്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഒരാളുടെ മാത്രം കാര്യം നോക്കിയാൽ പോരാ, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കള്ളന്മാരെ നോക്കും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. അതിനെന്താ പ്രശ്നമുള്ളത്? കറണ്ട് കട്ട് ഇല്ലാതെ ഈ സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ലേ സർക്കാരിന്? ഇല്ലെന്നാണ്. കാരണം എന്തെല്ലാം മാർഗ്ഗങ്ങൾ കിടക്കും. നമുക്ക് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിൽ ആവശ്യത്തിന് മാത്രം നിയന്ത്രിക്കുക, അതായത് മുന്നറിയിപ്പോടുകൂടി നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും പോവാം, ഏത് സമയത്തും കറണ്ട് പോകാം. എല്ലാവരുടെയും വീട്ടിൽ എന്ത് വാങ്ങേണ്ടി വരും? ഇൻവെർട്ടർ വാങ്ങേണ്ടി വരും. ഏതെങ്കിലും ഇൻവെർട്ടർ കമ്പനിയായിട്ട് എന്തെങ്കിലുമൊക്കെ ധാരണയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളവരെ അറിയില്ല. കച്ചവടമാണ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പറഞ്ഞുതരാം. സർക്കാർ ഓഫീസുകൾ, തെരുവ് വിളക്കുകൾ എന്നിവയിൽ വൈദ്യുതി ലാഭ നടപടികൾ കർശനമാക്കുക. അതായത് തെരുവ് വിളക്കുകളൊക്കെ ഈ പകല് 11 മണി 12 മണി വരെയൊക്കെ കത്തിക്കിടക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മൊത്തത്തിൽ ഈ തെരുവിളക്കുകൾ മൊത്തം വേണമെങ്കിൽ സോളാറാക്കാൻ വേണ്ടി പറ്റും. അതിലൊക്കെ എന്താണ് ഇവർക്ക് പ്രയാസം? എന്താണ്? അപ്പോൾ ചോദിക്കും, ഞങ്ങൾ വന്നിട്ട് 45 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇതിനു മുമ്പിരുന്നവർ എന്താണ് ചെയ്യാതിരുന്നത്? ഇതിനു മുമ്പിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വൈദ്യുതി ക്ഷാമം ഉണ്ടാക്കാതെ ആവശ്യത്തിന് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ വാങ്ങുന്ന വൈദ്യുതി മറിച്ചു വെക്കുന്നുണ്ടോ നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാർ വാങ്ങുന്ന വൈദ്യുതി മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയില്ല ഇപ്പോൾ. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ വ്യവസായങ്ങൾക്കൊക്കെ ഒരു സമയക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പം വ്യവസായ സൗഹൃദ സർക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വ്യവസായ സൗഹൃദ സർക്കാർ ഇതേ രീതിയിൽ കറണ്ട് കട്ടുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ്റെ കാര്യം എന്താവും? പകല് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ പകല് പ്രവർത്തിക്കുന്നത് എന്താ ഉറപ്പെന്താ ഉള്ളത്? ഇപ്പം തന്നെ നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും അഷുറൻസ് ഉണ്ടോ ഈ ഇത് പോകും, ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇത് കിട്ടുമെന്നുള്ളത്? ഒരു അഷുറൻസും ഇല്ലല്ലോ. നമ്മുടെയൊക്കെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 10 മിനിറ്റ് കൂടെ കിട്ടുമായിരിക്കും. അത്രയല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ പറയുന്ന അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്താണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഒരറ്റകുറ്റപ്പണിയില്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം സത്യമാണ്.
പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർ വാങ്ങുന്ന വൈദ്യുതി അടിച്ചു മാറ്റി വെക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണോ നിർബന്ധമില്ല, അല്ലെങ്കിൽ മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ നിർബന്ധമില്ല. ആരോ ഒരാൾ ചെയ്യുന്നു. വൈദ്യുതി മോഷണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നേ. അതല്ലെങ്കിൽ പിന്നെ എന്താണ്, അധികം പൈസ കൊടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മേടിക്കുന്ന വൈദ്യുതി ഇവിടെ 9 രൂപയ്ക്ക് സംതിങ്ങിനാണ് മേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ 350 പൈസ മുതൽ 8 രൂപ വരെ ഈടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 9 രൂപ 20 പൈസയ്ക്ക് മേടിക്കുന്ന വൈദ്യുതി വേറെ ആർക്കെങ്കിലും വില 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് മറിച്ച് വെക്കുന്നുണ്ടോ എന്ന് നോക്കണം. കള്ളം കപ്പലിൽ തന്നെ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമമാണ്, മഴ കുറഞ്ഞു, അത് കുറഞ്ഞു, ഇത് കുറഞ്ഞു എന്നൊക്കെ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മറ്റു മാർഗങ്ങളെക്കുറിച്ച് എന്താണ് പഠിക്കാത്തത്, എന്താണ് ചെയ്യാത്തത്? ഒന്നെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്ത പോലെ തന്നെ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുക, അതുകൊണ്ട് അതിൻ്റെ കമ്മീഷൻ എടുത്തോ കുഴപ്പമില്ല, കമ്മീഷൻ എടുത്തോ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആവശ്യക്കാർക്ക് വൈദ്യുതി വേണ്ടേ? വൈദ്യുതി ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം മുമ്പോട്ട് പോകുമോ? ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതെന്താ സർക്കാർ മനസ്സിലാക്കാത്തത്? കാരണം ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വീടുകളിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ്, എല്ലാത്തിനും ഇൻവെർട്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഇൻവെർട്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കേടുവരത്തില്ലേ? ഇതെല്ലാം കേടുവന്ന് നശിച്ചു പോകത്തില്ലേ? പല പ്രാവശ്യം ഇങ്ങനെ അതായത് 1 മിനിറ്റിൽ വരുന്നു, 5ാമത്തെ മിനിറ്റ് വീണ്ടും പോകുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പോകുന്നു. ഇതെന്താണ് അവസ്ഥ? എന്താണ് കേരളത്തില് ഈ സാഹചര്യം? ഒരു ഡിസംബർ വരെ നിലനിൽക്കുന്നുള്ളൊരു ഒരു അഭ്യൂഹം ഉണ്ട്. അല്ല, ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ജനുവരി തുടങ്ങി ഇവിടെ ചൂടിന്റെ ബഹളമായിരിക്കും. തണുപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പം താപ വൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നോക്കേണ്ടതെന്ന് വെച്ചാൽ പുതിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. ഒട്ടും സമയം കളയാൻ വേണ്ടിയിട്ടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ വൈദ്യുതി വാങ്ങണം. എൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വൈദ്യുതി വാങ്ങിയിട്ട് അത് മറച്ചു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈദ്യുതി ക്ഷാമം ഇപ്പോൾ ഉണ്ടാകുന്നത്. അതല്ലാതെ കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല എന്നൊരു ന്യായീകരണവുമായിട്ട് സണ്ണി ജോസഫ് വന്നിട്ടില്ല. ആകെപ്പാടെ പറയുന്നൊരു ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ കുറവാണ്, അതുകൊണ്ട് വൈദ്യുതിയുടെ ഉൽപ്പാദനം കുറവാണെന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകലും സംസ്ഥാനത്ത് സോളാർ എനർജി, കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ പഠിക്കണം. അതോടൊപ്പം തന്നെ കാർപ്പറ്റിന് മേളിൽ സോളാർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ സർക്കാർ ചിന്തിച്ചു തുടങ്ങണം. 500 കിലോമീറ്ററോളം തീരദേശമുള്ള കേരളത്തിന് ടൈഡൽ എനർജി ഉപയോഗിക്കാവുന്നുള്ളൂ. അതായത് വേവ്, കടൽ തിര വൈദ്യുതിയാക്കി മാറ്റാവുന്ന പദ്ധതി. അറിയാം. ഇത് സർക്കാരുകളെ സംബന്ധിച്ചിട്ട് ഇത് കൃത്യമായിട്ട് ഇപ്പം പല രീതിയിൽ കാണേണ്ടതുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഇൻകമാണത്. അവരുടെ ഏറ്റവും വലിയ ഇൻകമാണത്. ഈ വൈദ്യുതിയിലെ കമ്മീഷൻ എന്നത് 10 പൈസ കിട്ടിയാലും മതി. ഒരു യൂണിറ്റിന് 10 പൈസ കിട്ടിയാലും എത്ര കോടി യൂണിറ്റാണ് വാങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് വലിയൊരു ഇൻകം സോഴ്സ് കൂടിയാണത്. അതായിക്കൊള്ളട്ടെ, അത് എടുത്തോട്ടെ. കേരളത്തിലെ ജനങ്ങളൊന്നും പറയില്ല, നിങ്ങൾ എടുത്തോളൂ, അത് വാങ്ങിച്ചോളൂ. പക്ഷേ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകത്തില്ല. കാരണം ഇവിടെ വൈദ്യുതി ക്ഷാമം എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ എന്താണ് ഇനി ഇവർ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പൊ അവസ്ഥ ഇതാണെങ്കിൽ അടുത്ത ഒരു ഫെബ്രുവരിക്ക് ശേഷം ഒരു 3 മാസം ഫുൾ ഇരുട്ടിലായിരിക്കും. പണ്ട് ഞാൻ യു പിയിൽ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ, അവിടെ രാത്രിക്ക് കറണ്ടില്ല. പകല് ആകെപ്പാടെ ഒരു 4 മണിക്കൂർ സമയം അവിടെ കറണ്ട് ഉണ്ടാവും. ഇപ്പോഴവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് പോയിട്ടുള്ളത്. 15 അല്ല, ഒരു 18 വർഷം മുമ്പാണ് പോയിട്ടുള്ളതായിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒക്കെ യു പിയിലെ മിർസാപൂരിലെ അവസ്ഥ ഇതായിരുന്നു. ആ അവസ്ഥയിലേക്കാണോ കേരളം പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വളരെ വലിയ പ്രതിസന്ധിയിലാക്കിയതിനു ശേഷം രക്ഷകനായിട്ട് അവതരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രക്ഷകനായിട്ട് ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇടി കൊണ്ട് കിടക്കുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വില്ലനൊരു എണീറ്റ് വന്നിട്ട് വീണ്ടും വില്ലന്മാരെ ഇടിച്ചിടുന്നത്. അതേ രീതിയിലുള്ള വല്ല സാങ്കല്പിക കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോഴത്തെ ഈ വൈദ്യുതി ക്ഷാമം ഇവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. അതോ സംസ്ഥാന സർക്കാർ വൈദ്യുതി മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതല്ലെങ്കിൽ പിന്നെ ആളുകൾ ബില്ല് പേ ചെയ്യാൻ റെഡിയാണ്. വൈദ്യുതി വാങ്ങി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് എന്താണ് പ്രശ്നം?
ചോദ്യം അവിടെയല്ലേ? ദീർഘവീക്ഷണമില്ലായ്മയും ഒരു പ്രശ്നമാണ്. ദീർഘവീക്ഷണമില്ലായ്മയും അറിവില്ലായ്മയും ഒക്കെ ഒരു പ്രശ്നമാണ്. കാരണം തങ്ങൾ എന്തോ അറിവുള്ള ആളുകളാണ്. ഞാൻ പറയട്ടെ, ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ? ഏതെങ്കിലും മറ്റൊന്നും പറയാനില്ല. ഫുട്ബോൾ കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുപോയിട്ടിരിക്കുന്ന സണ്ണിച്ചായ, നിങ്ങൾ ആ ഇടയ്ക്ക് ഇനി അടുത്ത ഡയലോഗ് എന്തായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ തൊട്ടാൽ കറണ്ട് ഇടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ദിലീപ് ഡയലോഗുണ്ട്. അതേ രീതിയിലേക്കൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പോകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏതൊക്കെയായാലും ഈ മഴ നിറയെ പെയ്യട്ടെ, വെള്ളം അണക്കെട്ടിൽ നിറയട്ടെ, നമുക്ക് വൈദ്യുതി സുലഭമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുള്ളൂ. കാരണം പ്രവർത്തിക്കേണ്ടവർ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ്. അവർ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.